കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ മറുകരയിൽ നാം കണ്ടിടും
കാണും പ്രിയരെയാ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാ ദിനത്തിൽ. പുത്തൻ യെരൂശലേം നഗരമതിൽ മുൻപുലരിൽ ഒത്തുചേർന്ന് പൊന്നേശുവിനെ പുകഴ്ത്താം. മുറവിളിയും ദുഃഖവുമില്ല, പുത്തൻ യെരൂശലേം നഗരമതിൽ പുലരിൽ ഒത്തുചേർന്ന് പൊന്നേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാ ദിനത്തിൽ. കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവീനെന്നുരച്ചോ, ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമായി. ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ എന്നുരച്ചോ, ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമായി. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാൻ ഉയർത്തുതാൻ. ഭക്തർ ഭാവനാണു വിളിക്കും നേരം കാണു, വിളിക്കും നേരം കാണുമെന്തേരും കർത്തൻ പേർക്കുരിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും
വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടോരിൽ ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭകരിപ്പാനുയർത്തുന്നാൻ ഭാവനെ ആകാശമപ്പുറം കുടിയിടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആത്മീയ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് നൽകി നമ്മെ സഹായിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രിയ സിസ്റ്റർ ആരാധിച്ചുകൊണ്ട സഭയിൽ ഇപ്പോൾ പാസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്ന കർത്താദാസൻ ഡോക്ടർ ജോമോൻ ജോർജ് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. God of life, we thank you, we praise you for this day. Before the mountains were created, you are God. Amen. Before the earth was formed, you are God. You are not only the God of Abraham, Isaac, and Jacob, but you're also our God. Therefore, we give you all glory and honor. Father God, we thank you for being with us thus far in this day, O Lord. As we come to the final service of Podimoland, O God, I pray, O God, your grace will be abundant upon our life, and your grace to all the servants of God who are ministering at this time, O Lord. We thank you for the life of Podimolandi, and we look forward to the day when there will be no sickness and there will be no death, and we will reign with you forever and ever. And we say, Lord, thy kingdom come. Amen. കഴിഞ്ഞ 64 വർഷമായി ഈ ഭൂമിയിൽ ജീവിച്ച് കുടുംബസ്ഥയായി തീരുവാനും തന്റെ കുഞ്ഞുങ്ങൾ ദൈവർക്ക് ദാനമായി നൽകുകയും ദൈവത്തിനു വേണ്ടി കഴിഞ്ഞ 34 വർഷങ്ങളധികമായി കർത്താവിനെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം ജലത്തിൽ സാക്ഷീകരിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവളായി വിശുദ്ധന്മാരോടുകൂടെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ ആരാധിച്ചു. സഭകൾക്കും കുടുംബങ്ങൾക്കും ദേശത്തിനും വളരെ മാതൃകയോടെ അനുഗ്രഹത്തോടെ ദൈവത്തെ സേവിച്ച സിസ്റ്റർ അന്നമ്മ സാമുവൽ, നമ്മൾ വിളിക്കുന്നതായ പൊടിമോൾ സിസ്റ്റർ, കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടല്ലോ. അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലുമായി അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവാലോചനകൾ കേൾക്കുവാൻ
അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് സാവകാശം നൽകി തന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ബോഡിയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ലോകത്തിൽ ചെയ്യുവാൻ പോകുന്ന അവസാന ശുശ്രൂഷയാണ് നമ്മുടെ ചെയ്തത്. പ്രിയപ്പെട്ട സിസ്റ്റർ ഇപ്പോൾ ഇവിടെ ഇല്ല. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ somewhere around 6 o'clock in the morning കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ട സിസ്റ്ററുടെ ആത്മാവ് കടന്നുപോയി. ഈ ഭൗമിക ശരീരം മാത്രമാണ് നാം ഇവിടെ കാണുന്നത്. ഈ ശരീരം നാം സംസാരിക്കുന്നത് ഒന്നും കേൾക്കുവാൻ കഴിവുള്ളതല്ല. അതിനെ പ്രതികരിപ്പാൻ ഈ ശരീരത്തിന് ഇന്ന് കഴിവില്ല. എന്നാൽ നാം എല്ലാവരും പ്രത്യാശ വയ്ക്കുന്നത് പോലെ മണ്ണിന് ഈ ശരീരത്തെ നാം ഏൽപ്പിച്ചു കൊടുത്താലും ഒരു പുത്തൻ ദിനം നമുക്ക് വേണ്ടി പിറക്കുന്നുണ്ട്. യേശുവിൽ വിശ്വാസം സമർപ്പിച്ച് ദൈവവൈദ്യനായി ജീവിക്കുന്ന നമുക്ക് ഒരു പുതിയ ഒരു പകൽക്കാലം, ഒരു സുപ്രഭാതം അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആ പൊൻപുലരിയിൽ വിശുദ്ധന്മാർ കാഹളനാദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ദിനത്തിൽ നമ്മുടെ പ്രിയ സഹോദരിയും 1000 വിശുദ്ധന്മാരും അവരുടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് അവർ വരികയും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് ആകാശത്തിൽ നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുന്നുള്ള ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആണ് ഈ അന്തിമ ശുശ്രൂഷകൾ നാം ഇവിടെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നല്ല ആശ്വാസവചനങ്ങൾ ദൈവം കഴിഞ്ഞ ദിനങ്ങൾ നമുക്ക് നൽകി തന്നുകൊണ്ടിരുന്നു. പ്രിയ കുടുംബത്തിന് ഹൃദയ സമാധാനം ലഭിക്കുവാൻ, സ്വർഗീയ സമാധാനം ലഭിക്കാൻ തക്കവണ്ണം ദൈവം തന്ന എല്ലാ നല്ല ആലോചനകൾക്കായും അനുഗ്രഹപ്പെട്ട ശുശ്രൂഷകൾക്കായും നമുക്ക് എല്ലാവരും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. 34 വർഷം കർത്താവിന് വേണ്ടി ഒരു ദൈവവൈദ്യനായി ജീവിപ്പാൻ പ്രിയ സഹോദരി കർത്താവ് കൊടുത്ത ഭാഗ്യപദവി ഓർത്ത് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസ സ്ഥാനം ഏറ്റെടുത്ത് ആത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ ജീവൻ നയിപ്പാൻ, മാതൃകാപരമായ ജീവൻ നയിപ്പാൻ തന്റെ ദാസി കർത്താവ് കൊടുത്ത ആ ഭാഗ്യപദവി ഓർത്ത് നമുക്ക് കർത്താവിനെ ഒന്നുകൂടെ സ്തോത്രം ചെയ്ത് തുടർന്ന് ചില വേദഭാഗങ്ങൾ ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ മരണത്തെക്കുറിച്ചും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചും ദൈവവചനം നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസമായി നടന്ന ശുശ്രൂഷകൾ ആ വാക്യങ്ങളൊക്കെ ചിലതൊക്കെ വായിച്ചതായിരിക്കും. എങ്കിലും നമുക്കൊന്ന് കടന്നു വന്നിരിക്കുന്ന ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് കുടുംബാംഗങ്ങൾക്ക് ദുഃഖത്തിൽ ആശ്വാസം ഈ വചനത്തിൽ കൂടെ കർത്താവ് നൽകി തരേണ്ടതിന് വാക്യങ്ങളോട് വായിക്കുന്നു. ചില കർത്തദാസന്മാരുടെ കയ്യിൽ ഞാൻ അതിന്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. തന്നിരിക്കുന്ന കണക്കിനനുസരിച്ച്, ഓർഡർ അനുസരിച്ച് 1, 2, 3, 4 ഇങ്ങനെ എഴുതിയിരിക്കുന്ന ആ കണക്കിനനുസരിച്ച് ആരും ഇടയ്ക്ക് മാറി മാറി വായിക്കരുത്. അതിന്റെ ക്രമീകരണ രീതിയിൽ തന്നിരിക്കുന്ന അനുസരിച്ച് വേദഭാഗങ്ങൾ വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വേദഭാഗവും അതിനുശേഷമായി മറ്റൊരാൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വേദഭാഗവും, മൂന്നാമതായി 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വേദഭാഗവും, മറ്റൊരാള് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 35 മുതൽ 49 വരെയുള്ള വാക്യവും, വേറൊരാള് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങളും ഇപ്പോൾ നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി കർത്തദാസന്മാർ വായിക്കുന്നതായിരിക്കും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവന് യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ആമേൻ. But if it is preached that Christ has been raised from the dead, how can someone you say that there is no resurrection of the dead? If there is no resurrection of the dead, then even the Christ has been raised. And if the Christ has not been raised, our preaching is unless, so that our faith is more than that. We are then found to be false witness of God, for we have testifies our God that He raised Christ from the dead. We did not raise Him. In fact, dead are more not raised. But if the dead are not raised, then Christ has been not raised either. The Christ has not been raised. Your faith is futile. If you are still in your sins, then those who also fallen asleep in Christ are lost. If you are only for this life, we have hope in Christ. We are being pitied by more than all men. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യപരമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു.
മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തനും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്നവനെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളും വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവനും അവന് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്താന് കീഴ്പ്പെട്ട് ഇരിക്കും. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാക്കുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരവും ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്തെ ഒന്നാമത്തേത്, ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാനും കഴിയുകയില്ല. ദ്രവത്വത്തെ അവകാശമാക്കുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതി വചനം നിവൃത്തിയാകും. മരണമേ, നിന്റെ ജയം എവിടെ? മരണമേ, നിന്റെ ജയം എവിടെ? മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമില്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കുന്ന പൊൻപുലരിയിൽ, ഈ മർത്യമായ അമർത്യത്തെ ധരിക്കുന്ന പൊൻപുലരിയിൽ, ഈ മൺമയമായത് സ്വർഗീയമായി ധരിക്കുന്ന പൊൻപുലരിയിൽ കർത്താവിൽ പ്രത്യാശ വെച്ച് വിശുദ്ധ ജീവിതം നയിച്ച് മാതൃകയോടുകൂടെ ജീവിച്ച് എല്ലാവർക്കും എല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യം പ്രാപിച്ച് പ്രത്യാശയോടെ നിത്യത്തിലേക്ക് യാത്ര ചെയ്ത നമ്മുടെ പ്രിയ സഹോദരി പൊടിമോൾ സിസ്റ്ററെ പൊന്മുഖത്തോടെ
ആരോഗ്യമുള്ളവരായി സൗഖ്യമുള്ളവരായി പൂർണ്ണാരോഗ്യത്തോടെ നാം കാണുവാൻ പോകുന്ന ദിനത്തെ ഓർത്ത് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഓർത്ത് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് വരാറായി. അതെന്നാൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കയറി വരുവീന്നുള്ള ഇമ്പ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ ആ സമയം ആസന്നമായി നോക്കിക്കൊണ്ട് നമ്മുടെ പ്രത്യാശ ഒരുക്കി നാം കേട്ടതുപോലെ ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമായിരിക്കും. എപ്പോഴും മോശം നമ്മൾ യാത്ര പറഞ്ഞു പോയിരിക്കുന്നു. ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നു. എന്തിനാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പോകേണ്ട സ്ഥാനത്ത് ദൈവം നമ്മെ ഇവിടെ നിർത്തിയിരിക്കുന്നു അല്പകാലം കൂടെ. വെറുതെ അല്ല, ഈ ലോകത്തിന് വേണ്ടി ഓടുവാനല്ല, നമ്മുടെ മാനുഷ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. അധ്വാനിക്കുന്നത് നല്ലതാണ്, കാര്യങ്ങൾ ക്രമമായി ചെയ്യുന്നത് ഭംഗിയാണ്, നല്ലതാണ്. എന്നാൽ നാം ജീവിക്കേണ്ടത് ക്രിസ്തു വേണ്ടിയായിരിക്കാം. ഞാൻ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭവും. നമുക്ക് ഒരായുസ് തന്നിരിക്കുന്നത് ഒരു ദിവസം, ഒരാഴ്ച, ഒരു വർഷം, അല്ലെങ്കിൽ അനേക വർഷങ്ങൾ. ദൈവം നമുക്ക് നൽകി തരുന്നത് മറ്റൊന്നിനുമല്ല, അവനെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവവഴികളിൽ നടക്കുവാൻ. ഭക്തന്മാർ നമുക്ക് മാതൃക കാട്ടിയതുപോലെ, പ്രിയ സഹോദരി നമുക്ക് മാതൃക കാട്ടിയ പോലെ ദൈവത്തിന് വേണ്ടി വിശുദ്ധമായി ജീവിക്കാനാണ് ദൈവം നമുക്ക് അവസരം നൽകുന്നത്. ഒരു വാക്കിൽ ഞാൻ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. യാദൃശ്യമായിട്ടല്ല നിങ്ങളെ ദൈവം ഇതിവിടെ കൊണ്ടുവന്നത്. നമ്മെ ഒന്ന് കാണുവാൻ, നമ്മുടെ ജീവിത ദിവസങ്ങൾ എങ്ങനെയായിരിക്കുന്നു, വിശുദ്ധ നയിക്കുന്നുണ്ടോ, ഞാൻ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിയാണോ, ഞാൻ സ്വർഗത്തിൽ പോകാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ, യോഗ്യതയുള്ളവളാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, അതിനുവേണ്ടി ഒരു അവസരം ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കർത്താവ് വന്നാൽ, അല്ലെങ്കിൽ നാളെ നമ്മുടെ കർത്താവ് വന്നാൽ അവൻ വരും, നിശ്ചയമാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ വരും എന്നുവരും നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൻ വരും എന്നുള്ളത് നിശ്ചയം തന്നെയാണ്. മനുഷ്യൻ നിനക്കാത്ത സമയത്ത് മനുഷ്യപുത്രം വരുന്നതാകൊണ്ട് നിങ്ങൾ ഉണർന്നു പ്രാർത്ഥിച്ചുകൊണ്ട് വിരിപ്പീനെന്ന വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കർത്താവിന് വരാൻ വേണ്ടി ഒരുങ്ങണം. ഈ കർത്താവിന് ഇതുവരെയും സ്വന്തം രക്ഷിതാവായി ജീവിതത്തിൽ കർത്താവായി അംഗീകരിക്കാതെ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഞങ്ങളെ കേൾക്കുകയോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നതെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ വലിയ പൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ വരവെങ്കിൽ കാഹളനാദം കേൾക്കുമ്പോൾ സ്വർഗമഹിമയിൽ ചേർക്കപ്പെടണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതവും കർത്താവുമായി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിപ്പാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിർത്തരുത്. രക്ഷിക്കപ്പെട്ടവർ വചനപ്രകാരം വിശ്വാസ സ്ഥാനമേൽക്കണം. നമ്മുടെ കർത്താവ് ദൈവമക്കൾക്ക് അനുഷ്ഠിക്കുവാൻ നൽകിയിരിക്കുന്ന ദൈവത്തിനടിസ്ഥാനത്തിൽ കർത്താവ് കാണിച്ച മാതൃകകളായ വിശ്വാസസ്നാനം വെള്ളത്തിൽ മുങ്ങി നാം സ്ഥാനപ്പെടണം. കർത്താവിനോട് നാം ചേരണം. അവിടെ കൊണ്ട് നിർത്തരുത്. ദൈവത്തിന്റെ ആത്മാവ് ആ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ച് ദൈവാത്മാവിന്റെ നിറവിൽ വിശുദ്ധിയോട് ദൈവത്തിന് വേണ്ടി ശ്രമിക്കണം. ജീവിതത്തിൽ ലഭിക്കുന്ന ദിവസങ്ങളെല്ലാം കർത്താവിന് വേണ്ടി ആയിരിക്കട്ടെ. ആ തീരുമാനം ഇതിന്റെ പകൽക്കാലം എടുത്തല്ലാതെ ആരും ഇവിടുന്ന് പോകരുത്. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും, സ്നാനപ്പെട്ടവരും സ്നാനപ്പെടാത്തവരും, വിശുദ്ധമായി ജീവിക്കുന്നവരും അല്ലാത്തവരും ഇന്ന് പകൽക്കാലം ഈ സൂക്ഷ കടന്നു പോകുമ്പോൾ ഒരു പുതിയ തീരുമാനത്തോടെ എനിക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സന്ദർഭമൊക്കെയും ഞാൻ ദൈവത്തെ സേവിക്കുമെന്നുള്ളതായ ആ തീരുമാനത്തോട് ഉറപ്പടെ പോകുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. നമുക്കറിയാമല്ലോ, പ്രിയാമ്മച്ചി ഇന്ന് പകൽ അവിടെ ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി ആ നാളുകൾ കർത്താവിന് നിലനിൽപ്പാൻ ആ കുടുംബത്തിൽ പ്രിയ മാതാവിനെ, പ്രിയ പിതാവിനെ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് തലമുറകളായ പ്രിയ കുഞ്ഞുമോള്, പ്രിയ പൊടിമോള്, പ്രിയ രാജുബ്രദർ, അവരൊക്കെ കർത്താവ് ഈ കൃപയിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തെ സേവിക്കാനുള്ള പദവി ദൈവർക്ക് നൽകി. അവരുടെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, അവർക്കൊക്കെ കർത്താവ് ഈ ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഇത് വലിയ ഭാഗ്യ പദവിയാണ് കേട്ടോ. ഇതൊരു ഭാഗ്യ പദവിയാണ്. ദൈവത്തെ സേവിക്കുന്നത്, ഒരു ദൈവത്തിനായി തീർന്നത് ഏറ്റവും വലിയ ഭാഗ്യ പദവിയാണ്. ഇന്ന് പകൽക്കാലം ആ ഭാഗ്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഈ കുടുംബാംഗങ്ങളെ കർത്താവ് പ്രത്യേകം ആശ്വസിപ്പിച്ച് ദൈവിക സമാധാനം കൊണ്ട് ദൈവത്തിന്റെ വചനം കേട്ട പോലെ ഈ വചനങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ഒരു പാട്ടിന്റെ അടികൾ ഇപ്പോൾ പാടും. നമ്മളെ സാധാരണ ഇവിടെ അധികം കാണാറില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ സെമിത്തേരി നമ്മൾ കഴിയുമ്പോൾ പെട്ടി അവിടെ ഓപ്പൺ വന്ന് വരുന്നത്, ആ പെട്ടി അടച്ച് അല്ലെങ്കിൽ യാത്രയാക്കിയ നാളിന് മുഖംമൂടി ചുമം ചെയ്ത മുഖംമൂടി പെട്ടി അടച്ച ശേഷമാണല്ലോ ബാക്കി ശുശ്രൂഷ ചെയ്തത്. ആ ശുശ്രൂഷ നാട്ടിലെ പോലെ ഇവിടെ നടത്തണമെന്ന കുടുംബം എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. ഇപ്പോൾ ശോഭയേറും ഓർ നാടുണ്ടെന്നുള്ളതായ ആ മനോഹരമായ പ്രത്യാശയുടെ ഗാനം നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ ക്രമീകരിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ മുന്നോട്ട് കടന്നു വരികയും ചുമനം ചെയ്യുകയും അതിനുശേഷം ആ മുഖം മൂടി വീണ്ടും പെട്ടി അടയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.
കാണാമേ. ഹല്ലേലൂയ. നാഥൻ വാസം നമുക്കൊരുക്കി വേഗം ദൈവത്തിന് മഹത്വം. കാഴ്ചയായി നാം സ്തോത്രം പാടൂ. വേഗം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. Verily, verily, I say unto you, that hour is coming, and now is, when the dead will hear the voice of the Son of God, and those who hear will live. In മലയാളത്തിൽ നാം വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും
കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ശബ്ദം കേൾപ്പിക്കും. എന്താ ശബ്ദം? എന്റെ അടുക്കൽ വന്നു ചേരുവീൻ. പ്രൈസ് ദി ലോർഡ്. ആ ശബ്ദം കേൾക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് മരിച്ചവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് പറഞ്ഞ ദൈവിക വാഗ്ദത്തം എത്ര വേഗം നിവർത്തിക്കപ്പെടുന്നത് കൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ സമയം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ കൂടെ ഇവിടെ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ മടങ്ങി വരുമെങ്കിൽ ഇനി പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ വായിച്ച വേദഭാഗം. ദൈവത്തിന് സ്തോത്രം. ഈ മർത്യമായ മറ്റത്തെയും ദൈവത്തിന് സ്തോത്രം മർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. അത് നിശ്ചയമായി ദൈവം നമുക്ക് ഉറപ്പായി തരുന്ന വാഗ്ദത്തമാണ്. അത് സംഭവിക്കുവാൻ സമയം നമ്മുടെ കർത്താവിന്റെ മടങ്ങിയവരെങ്കില കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തോട് കാരണത്തോട് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച നമ്മുടെ കർത്താവാസിയെ ആരോഗ്യമതിയായി നാം വീണ്ടും കാണും. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ജീവനോടിരിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത്ര വലിയ പ്രത്യാശ നമ്മുടെ കർത്താവിൽ കൂടെ ലഭിച്ചു ചേർത്ത് ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന്റെ ദാസി പൊടി നടത്തായി കർത്തദാസി കർത്താവ് ഏൽപ്പിച്ചതായ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിച്ച് വിശ്രമത്തിനായി കടന്നു പോയിരിക്കുന്നു. എന്നാൽ ഈ പൊടി നടത്ത ഈ ശരീരം നാം പൊടിക്കായി ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുകയാണ്. അല്ലയോ സഹോദരി, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഞങ്ങൾ നിന്റെ ഈ പൊടിക്കായി ഏൽപ്പിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ്. ദാനിയേലേ, നീ അവസാനം വരുവോളം പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തെങ്കിൽ നീ മടങ്ങിയിരുന്നു പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്ത വചനം ഞാൻ ഈ കർത്തദാസിക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞ ശേഷം അടുത്ത ഭാഗത്തെ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അല്ലയോ പൊടിമോൾ സിസ്റ്ററെ, അവസാനം വരുവോളം നീ പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അന്ന് നാം 1000 വിശുദ്ധന്മാരും ഈ സിസ്റ്റനെയും നമ്മുടെ കർത്താവിനെ നേരിടാനായി നാം ഒന്നിച്ചു കൂടുന്ന വലിയ ദിനത്തെ ഓർത്ത് നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് പകൽക്കാലം ഈ സുരക്ഷ കടന്നു പോകാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വന്ന് അവങ്കിൽ നമ്മെ എല്ലാവരെയും ക്രിസ്തുവിൽ മരിച്ചവരെയും ഉയർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന് ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പുത്തൻ ശരീരത്തോടു കൂടെ നാം അവന്റെ സന്നിധിയിൽ എന്തുകൊണ്ടേക്കും ആയിരിക്കുവാൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ ഒരു വാഗ്ദത്ത വചനം കൂടെ പറഞ്ഞിട്ട് വായിച്ചിട്ട് ഇവിടെ ഭാഗം അവസാനിക്കും. റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ, ചാപ്റ്റർ 21 വേഴ്സ് 1 through 5. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരുടെ കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടത ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിരിക്കുന്നവനിതാ ഞാൻ സകലം പുതുതാക്കുന്നെന്ന് അരുളി ചെയ്തു.
എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും. എഴുതുക ഈ വചനം വിശ്വാസവും. ഇവിടെ പകൽ വായിച്ചതും ഞാൻ പ്രസ്താവിച്ചതും കഴിഞ്ഞ ദിവസങ്ങളും കേട്ടതുമായ ദൈവത്തിന്റെ വചനം, പ്രൈസ് ദി ലോർഡ്, അത് വിശ്വാസയോഗ്യമായ വചനമാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന വചനമാണ്. ഒട്ടും സംശയിക്കേണ്ട. നമ്മുടെ കർത്താവ് വരും, മരിച്ച ഉയർത്തെഴുന്നേൽക്കും, ജീവനിൽ രൂപാന്തരം പ്രാപിക്കും. അത് സ്വർഗം സാക്ഷി നിർത്തി പറഞ്ഞ കാര്യമാണ്. അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വചനമാണ്. വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ഒത്തിരി അസത്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവിടെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ, ഇന്ന് വായിച്ചു കേൾക്കുന്ന വചനങ്ങൾ, അത് സത്യമാണെന്ന്, അത് സത്യമാണെന്ന് എന്ന് ഞങ്ങൾ പറഞ്ഞറിയാമോ? നാം അതുപോലെ അതിനെ വിശ്വസിക്കാൻ, ദൈവത്തിന്റെ വചനം അതുപോലെ നാം വിശ്വസിക്കുവാൻ. മാത്രമല്ല, എന്ന് അവൻ കൽപ്പിച്ചു. ആര് കൽപ്പിച്ചു? ദൈവം കൽപ്പിച്ചു. നാം വിശ്വസിക്കണമെന്ന്. സത്യമായി വാസ്തവത്തിൽ ദൈവത്തിന്റെ ശബ്ദമാണെന്ന്, അത് സംഭവിക്കുമെന്ന് എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് നാം വ്യക്തമായി ശക്തമായി ഉറപ്പാക്കി നാം അത് വിശ്വസിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശുദ്ധിയെ നമുക്ക് തികയ്ക്കാം. നമ്മുടെ ഓട്ടം സ്ഥിരതയോട് ഓടാം. അങ്ങുമിങ്ങും നോക്കിയാൽ മുൻപിൽ പോകാൻ സാധ്യമല്ല. കർത്താവിലേക്ക് നോക്കിക്കൊണ്ട്, വിശ്വാസനാടിനെ മുൻപിൽ കണ്ടുകൊണ്ട്, അവരെ ഞാൻ ചെയ്ത് പിൻപുള്ളത് മറന്ന് മുൻപുള്ളവരെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശിൽ പരമനായി ഞാൻ ഓടുന്നു. നമുക്ക് ഓടാം, നമുക്ക് ഓടാം. ഇടയ്ക്കാരും നിൽക്കരുത്, അവിടെ ഇവിടെ നോക്കരുത്. നമ്മുടെ കർത്താവിനെ നോക്കിക്കൊണ്ട് വിശ്വാസ പാതയിൽ നമുക്ക് ധൈര്യത്തോടെ പിന്നെ ഓടാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരി വിട്ടിട്ട് പോകുന്ന പ്രിയ ശമ്മേച്ചാൻ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സഭ, എല്ലാവരും കർത്താവ് സ്വർഗീയമായ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ആത്മാർത്ഥമായി ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളുടെ ചുരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥുള്ള ആ പാട്ടിന്റെ അടി നാം പാടുകയും അതിനുശേഷമായി പശുചിഞ്ചി പരീസ് അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും ചെയ്യും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങി വാങ്ങിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാരാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാരാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തോ വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തോ വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾ നന്ദിയോടുകൂടി അവിടുത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ശുശ്രൂഷയുടെ അവസാനം വരെയും ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ സ്തോത്രം, സ്തോത്രം. പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി ശുശ്രൂഷകളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. നിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിന്റെ ആശ്വാസം ഓരോരുത്തരോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ ഞങ്ങൾക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നതിനാൽ എത്രയും വേഗം ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വേഗം വരുന്ന കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും കർത്താവ് അധികമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഓരോരുത്തരോടും കൂടെ ഇരിക്കണമേ. അത് നിന്റെ വാഗ്ദത്തമാണല്ലോ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളിച്ചെയ്തായ ആ ദൈവിക വാഗ്ദത്തം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടും വിശിഷ്യ കർത്താവേ ഇമ്മീഡിയറ്റ് ഫാമിലിയോടും കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹങ്ങളും പകരണമേ. സകല മഹത്വവും അങ്ങയ്ക്കോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഏകദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഭൂലോകങ്ങളുടെ വിശുദ്ധന്മാരുടെ മേലും വിശിഷ്യ ദുഃഖത്തിലായിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനോടും കൂടെ നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ഒരുവരെയും ഇരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, on behalf of the family, I extend my gratitude for being with us. Please come to the residence of Dr. James Samuel and have fellowship with us. It's only about 2.5 miles from here. So please come to the residence and have fellowship with us and then go. And as you enter the house, please take your car to the back, the grass area. There's plenty of space there. Park it in the back, the rear. Where the grass is at, where the lawn is, that enter the house. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഡോക്ടർ ജെയിംസ് സാമുവലിന്റെ ഭവനത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ കടന്നു വരുന്നുണ്ട് കാറുകൾ വീടിന്റെ പുറകിലുള്ളതായ ഗ്രാസ് ഏരിയയിൽ മാറ്റി പാർക്ക് ചെയ്ത ശേഷം കടന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് കാണാം. അനുഗ്രഹിക്കുമാറാകട്ടെ. 588 Sturgis. അവൻ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. ഇത്ര വലിയ പ്രത്യാശ നമ്മുടെ കർത്താവിൽ കൂടെ ലഭിച്ചു ചേർത്ത് ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന് ദാസി പൊടിയെടുത്തതായി കർത്തദാസി കർത്താവ് ഏൽപ്പിച്ചതായ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിച്ച് വിശ്രമത്തിനായി കടന്നു പോയിരിക്കുന്നു. എന്നാൽ ഈ പൊടിയെടുത്ത ഈ ശരീരം നാം പൊടിക്കായി ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുകയാണ്. അല്ലയോ സഹോദരി, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഞങ്ങൾ നിന്റെ ഈ പൊടിക്കായി ഏൽപ്പിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ്. ദാനിയേലേ, നീ അവസാനം വരുവാണ് പോയി വിശ്രമിച്ചു കൊള്ളാം. കാലാവസാനത്തെങ്കിൽ നീ മടങ്ങിയിരുന്നു പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്ത വചനം ഞാൻ ഈ കർത്തദാസിക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞ ശേഷം അടുത്ത ഭാഗത്തെ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അല്ലയോ പൊടിമോൾ സിസ്റ്ററെ, അവസാനം വരുവോളം നീ പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അന്ന് നാം 1000 വിശുദ്ധന്മാരും ഈ സിസ്റ്ററെയും നമ്മുടെ കർത്താവിനെ നേരിടാനായി നാം ഒന്നിച്ചു കൂടുന്ന വലിയ ദിനത്തെ ഓർത്ത് നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് പകൽക്കാലം ഈ സുരക്ഷ കടന്നു പോകാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വന്ന് അവങ്കിൽ നമ്മെ എല്ലാവരെയും ക്രിസ്തുവിൻ മരിച്ചവരെയും ഉയർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന് ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പുത്തൻ ശരീരത്തോടു കൂടെ നാം അവന്റെ സന്നിധിയിൽ എന്തുകൊണ്ടേക്കും ആയിരിക്കുവാൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ ഒരു വാർത്തത്തെ വചനം കൂടെ പറഞ്ഞിട്ട് വായിച്ചിട്ട് ഇവിടെ ഭാഗം അവസാനിക്കും. റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ, ചാപ്റ്റർ 21 വേഴ്സ് 1 through 5. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരുടെ കൂടെ വസിക്കും, അവരവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, അവരവരുടെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവരവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം അവരവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ഇനി മരണമുണ്ടാകില്ല. ദുഃഖവും മുറവിളിയും കഷ്ടത ഇനി ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിരിക്കുന്നവനിതാ ഞാൻ സകലം പുതുതാക്കുന്നെന്ന് അരുളി ചെയ്തു. എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും, എഴുതുക ഈ വചനം വിശ്വാസവും. ഇവിടെ പകൽ വായിച്ചതും ഞാൻ പ്രസ്താവിച്ചതും കഴിഞ്ഞ ദിവസം കേട്ടതുമായ ദൈവത്തിന്റെ വചനം, പ്രൈസ് ദി ലോർഡ്, അത് വിശ്വാസയോഗ്യമായ വചനമാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന വചനമാണ്. ഒട്ടും സംശയിക്കേണ്ട. നമ്മുടെ കർത്താവ് വരും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനിൽ രൂപാന്തരം പ്രാപിക്കും. അത് സ്വർഗം
സാക്ഷി നിർത്തി പറഞ്ഞ കാര്യമാണ്. അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വചനമാണ്, വിശ്വാസയോഗ്യവും അത് സത്യവുമാകുന്നു. സത്യവുമാകുന്നു. ഒത്തിരി അസത്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. Praise the Lord. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവിടെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ, ഇന്ന് വായിച്ചു കേൾക്കുന്ന വചനങ്ങൾ, അത് സത്യമാണെന്ന്, അത് സത്യമാണെന്ന് എന്ന് ഞങ്ങൾ പറഞ്ഞു അറിയാമോ? നാം അതുപോലെ അതിനെ വിശ്വസിക്കാൻ, for us to believe totally. ദൈവത്തിന്റെ വചനം അതുപോലെ നാം വിശ്വസിക്കുവാൻ മാത്രമല്ല എന്ന് അവൻ കൽപ്പിച്ചു. ആര് കൽപ്പിച്ചു? ദൈവം കൽപ്പിച്ചു. നാം വിശ്വസിക്കണമെന്ന്. സത്യമായി വാസ്തവത്തിൽ ദൈവത്തിന്റെ ശബ്ദമാണെന്ന്, അത് സംഭവിക്കുമെന്ന് എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് നാം വ്യക്തമായി ശക്തമായി ഉറപ്പാക്കി നാം അത് വിശ്വസിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. Praise the Lord. Praise the Lord. നമ്മുടെ വിശുദ്ധിയെ നമുക്ക് തികയ്ക്കാം, നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടാം. അങ്ങുമിങ്ങും നോക്കിയാൽ മുൻപിൽ പോകാൻ സാധ്യമല്ല. കർത്താവിലേക്ക് നോക്കിക്കൊണ്ട്, വിശ്വാസ നാടിനെ മുൻപിൽ കണ്ടുകൊണ്ട്, അവരൊന്ന് ഞാൻ ചെയ്ത് പിൻപുള്ളത് മറന്ന് മുൻപുള്ളവനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശിൽ പരമനായി ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. നമുക്കും ഓടാം, നമുക്കും ഓടാം. ഇടയ്ക്കാരും നിൽക്കരുത്, അവിടെ ഇവിടെ നോക്കരുത്. നമ്മുടെ കർത്താവിനെ നോക്കിക്കൊണ്ട് വിശ്വാസ പാതയിൽ നമുക്ക് ധൈര്യത്തോടെ പിന്നെ ഓടാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരി വിട്ടിട്ട് പോകുന്ന പ്രിയ സമ്മേളിച്ചാൻ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സഭ, എല്ലാവരും കർത്താവ് സ്വർഗീയമായ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളുടെ ചുരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥുള്ള ആ പാട്ടിന്റെ അടിയിൽ നാം പാടുകയും അതിനുശേഷമായി പശുചിഞ്ചി വർഗീസ് അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും ചെയ്യും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗംഭീരനാദത്തോടു പ്രധാന ദൈവദൂത ശബ്ദത്തോടു കർത്താവ് തൻ ഗംഭീരനാദത്തോടു പ്രധാന ദൈവദൂത ശബ്ദത്തോടു സ്വർഗത്തിൽ നിന്നിറങ്ങി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ വണ്ടിയിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാരാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ, വണ്ടിയിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാരാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർന്നു വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർന്നു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾ നന്ദിയോടുകൂടി അവിടുത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ശുശ്രൂഷയുടെ അവസാനം വരെയും ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ സ്തോത്രം, സ്തോത്രം. പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി ശുശ്രൂഷകളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. നിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിന്റെ ആശ്വാസം ഓരോരുത്തരോടും കൂടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ ഞങ്ങൾക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നതിനാൽ എത്രയും വേഗം ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാനുള്ള ആ വലിയ പ്രത്യാശ തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വേഗം വരുന്ന കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും കർത്താവ് അധികമധികമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഓരോരുത്തരോടും കൂടെ ഇരിക്കണമേ. അത് നിന്റെ വാഗ്ദത്തമാണല്ലോ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തായ ആ ദൈവിക വാഗ്ദത്തം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടും വിശിഷ്യ കർത്താവേ
ഇമ്മീഡിയറ്റ് ഫാമിലിയോടും കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹങ്ങളും പകരണമേ. സകല മഹത്വവും അങ്ങയ്ക്കോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഏകദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഭൂലോകങ്ങളുടെ വിശുദ്ധന്മാരുടെ മേലും വിശിഷ്യ ദുഃഖത്തിലായിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനോടും കൂടെ നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ഒരുവരെയും ഇരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ദയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ